സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആൾക്കാർ എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ആറാട്ടണ്ണൻ നമുക്കൊരു പ്രത്യക്ഷത്തിൽ സമൂഹ മാധ്യമത്തിലേക്ക് നിറഞ്ഞു നിന്നിരുന്ന ഒരു താരമായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ അയാളുടെ റീച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം കൊണ്ട് ഒരു ക്യാൻസർ നാടകവുമായി ആറാട്ടണ്ണൻ രംഗത്ത് വരുന്നു. പിന്നീട് അല്പ ദിവസങ്ങൾക്ക് ശേഷം തനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി, തൻ്റെ റീച്ച് കുറഞ്ഞു എന്ന് തോന്നിയത് തൊട്ട് ഞാൻ ഒരു കള്ളം പറഞ്ഞതാണ്, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തുകയാണ്. ശരിക്കും അല്ലേ, ഈ പറഞ്ഞ പോലെ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശ്രദ്ധ നമ്മളിലേക്ക് എത്തണമെന്ന് ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയ ഭ്രാന്തന്മാരായിട്ടുള്ള ചില ആൾക്കാരുടെ ഒരു ഉദാഹരണമാണ്, പരിച്ഛേദമാണ് ആറാട്ടണ്ണൻ. എന്ത് തോന്നുന്നു? ഈ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ ഒന്ന് ചോദിക്കും, നമ്മൾ പ്രേക്ഷകരൊക്കെ ചോദിക്കും, ആറാട്ടണ്ണൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയണോ എന്ന് ചോദിക്കും. ഒരാളുടെ മാത്രം കാര്യമല്ല, നമ്മുടെ ആളുകൾ ആറാട്ടണ്ണനെ അത്ര ഗൗരവത്തിൽ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരും ചോദിക്കുന്നത്. പറയേണ്ട വിഷയമൊന്നും അല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഒരാൾക്കൊരു അസുഖം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ്. അത് മാരകമായ അസുഖം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു, മലയാളി പ്രത്യേകിച്ച് പറഞ്ഞ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിൽ പോലും അയാൾക്കൊരു അസുഖം വന്നു, അയാളൊരു മരണശൈലിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു അനുകമ്പ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ പോസ്റ്റ് ഇടുന്നത്. ഇയാൾ പോസ്റ്റ് ഇട്ട് ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ്, ഇയാളുടെ മാപ്പ് പറഞ്ഞൊക്കെയുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റിലെ ഏറ്റവും രസകരമായ വാചകം, അറിയാതെ ഫേമസ് ആയ ആളാണ് ഞാൻ, അപ്പോൾ ഒരു ഫെയിം കിട്ടുന്നു, ആ ഫെയിം ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെയാണ് ചില ആളുകൾ ഫെയിം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എൻജോയ് ചെയ്തു. പക്ഷെ ഈ ഫെയിം നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ കയ്യബദ്ധമാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനകത്ത് വന്ന രസകരമായ കമന്റ്, ഒറ്റ ദിവസം കൊണ്ട് ക്യാൻസർ മാറിയ, പിന്നെ ഒരു തെറിയ നമുക്ക് പറയാൻ പറ്റത്തില്ല, അതായത് ലോകത്ത് ഒറ്റ ദിവസം കൊണ്ട് ക്യാൻസർ മാറിയ ഒരാൾ ആറാട്ടണ്ണൻ മാത്രമേ ഉള്ളൂ. ഈ ആറാട്ടം എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഈ ആറാട്ടണ്ണനെ അനുകരിച്ചുകൊണ്ട് ഈ എറണാകുളത്തെ ആ തിയേറ്ററിലാണ് ഇവരുടെ എല്ലാം കേന്ദ്രം. ആ തിയേറ്റർ വന്നതോടുകൂടി യുവമാരെല്ലാം അവിടെ ചെന്ന് കയറി. ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ പുതിയൊരു ഞാൻ കണ്ട വീഡിയോയിൽ പറയുന്നത്, ഈ നിർമ്മാതാക്കളെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത്. അവര് ഞങ്ങളെ, അതായത് പല സിനിമ അവർ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി റിവ്യൂ ചെയ്യരുത്, ഇവരുടെ സിനിമയ്ക്കൊന്നും റിവ്യൂ ചെയ്യാൻ സമ്മതിക്കരുതെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെയുള്ളത്, ഞങ്ങൾ സിനിമാ താരങ്ങളെക്കാൾ ഫേമസ് ആയി, അപ്പോൾ അതുകൊണ്ട് പല സിനിമാ താരങ്ങൾക്കും ഞങ്ങളോട് അസൂയയാണ് എന്നൊക്കെയാണ് ഇയാൾ ഇത് അരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളായി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു നിവൃത്തിയില്ലാതെ കള്ളം പറഞ്ഞു, ഞാൻ ഫീൽഡ് ഔട്ടായി എന്ന് കുറേ നാളുകളായി ആളുകൾ പറയുന്നു. അപ്പോൾ ഇത് കേട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണ്, എനിക്ക് ക്യാൻസർ ആണ്. അപ്പോൾ അയാൾക്ക് അറിയാം ഇത് എങ്ങനെ റീച്ച് ഉണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോൾ എന്ത് പറഞ്ഞാൽ റീച്ച് ഉണ്ടാകും, ആൾക്കാരുടെ ശ്രദ്ധ അതെ വീണ്ടും എത്തും. ഈ അങ്ങനെ ഇയാള് ചെയ്ത പരിപാടിയാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് പറയുക. ഇയാൾ ഈ പിന്നെ റിവ്യൂ പറഞ്ഞു തുടങ്ങിയ സമയത്ത്, നമുക്ക് റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് തിയേറ്ററിൽ ഇങ്ങനെ നോക്കിയിരുന്നു, ഓരോ ഓൺലൈൻ ചാനലുകാരും സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് ആളുകൾ അഭിപ്രായം പറയുന്നു. ആ സമയത്ത് ഈ ആറാട്ട് സിനിമ തിയേറ്ററിൽ വലിയ വിജയമാകാതെ പോയ ഒരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ആളുകൾ അഭിപ്രായം പറയുന്നു. ഇതെല്ലാം കേട്ട് നിന്നിട്ട് ഇയാൾ വന്നിട്ട് ശൈലിയിൽ ഒരു സാധനം പറയുന്നു, ലാലേട്ടൻ ആറാടുകയാണ്, ഇതെല്ലാം ഹേറ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ രീതിയിൽ അങ്ങനെയാണ് ആളുകൾ ഇയാളെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇതിനു മുമ്പൊക്കെ ഇയാള് ഈ ഓൺലൈൻ റിവ്യൂ ഒക്കെ പറയുന്നിടത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നു. ഈ സിനിമ വന്നതോടുകൂടി ഇയാൾ പെട്ടെന്ന് താരമായി. ഇയാൾ പിന്നെ പത്രത്തിലൊക്കെ ആറാട്ടണ്ണന്റെ റിവ്യൂ, അതായത് പ്രിന്റ് മീഡിയയിൽ പോലും, മലയാളത്തിലെ ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ പോലും വരികയാണ്. അടുത്ത സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ആറാട്ടണ്ണന്റെ റിവ്യൂ, എന്താണ് ആറാട്ടണ്ണൻ പറയുന്നത്, ഈ സിനിമ മോശമാണോ നല്ലതാണോ എന്ന് ആറാട്ടണ്ണൻ പറയുന്നു. അങ്ങനെ കുറെ കാലം ഇയാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പോയി കഴിഞ്ഞപ്പോഴാണ് പുതിയ ആളുകൾ വരുന്നു ആ തിയേറ്ററിന്റെ മുമ്പിലേക്ക്. ഇവന്മാർക്ക് മനസ്സിലായത് നല്ലൊരു പരിപാടിയാണ്, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഒരു പാട്ട് പാടി ഫേമസ് ആകാൻ പറ്റില്ല, നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. രണ്ടു തരത്തിൽ നമുക്ക് ഫേമസ് ആകാം. അപ്പൊ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അപ്പൊ അതിനു വേണ്ടിയിട്ട് തൊലിക്കട്ടിയും കൂടെ വേണം. നാളെ ജയശങ്കറിന് ഇങ്ങനെയൊക്കെ കാണിക്കാം ആഗ്രഹിച്ചാലും ആഗ്രഹം ഉണ്ടായി പോലും അത് നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല. അപ്പൊ നമ്മളൊരു കോമാളി വേഷം കെട്ടാൻ അങ്ങ് തീരുമാനിക്കുകയാണ്. നമുക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, കോമാളിയാണെന്ന് നമുക്ക് ഒഴികെ മതി, നമുക്ക് മറ്റൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. നമുക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം നമ്മളൊരു കോമാളിയാണെന്ന്. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്.
നമ്മൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ അലിൻ ജോസ് പെരേര അടക്കമുള്ള അലിൻ ജോസ് പെരേര വരുന്നു, പിന്നെ അവിടുന്ന് കിംബോയ് വരുന്നു, ടൈഗർ അണ്ണൻ വരുന്നു, ഇങ്ങനെ അണ്ണന്മാരെല്ലാം വരികയാണ്. ഇവന്മാർക്കെല്ലാം ഓരോ പേരുണ്ട്. ക്രിമിനലുകൾക്കായിരുന്നു ഈ പേരൊക്കെ, പാമ്പു വാസു അല്ലെങ്കിൽ പിച്ചാത്തി സുധി എന്നൊക്കെ പറയുന്ന പോലെ. അതെ, അതുപോലുള്ള പേരുകളുമായിട്ട് വരികയാണ്. അപ്പൊ ഇയാളുടെ ഒരു ഗ്യാങ് ആയി ഇവർ മാറി. അതായത് ഇവരുടെ എല്ലാം ലീഡർ, കാരണം ആറാട്ടണ്ണനാണല്ലോ ഈ പാത വെട്ടിത്തെളിച്ചത്. അതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഒരാൾ വരുന്നു. അപ്പം ഇതുപോലെ കുറെ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നു, അവർ റിവ്യൂ പറയുന്നു, അവരുടെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു. അലിൻ ജോസ് പെരേര വന്ന് ഡാൻസ് ചെയ്യുന്നു. പ്രത്യേക തരത്തിലുള്ള ഡാൻസ് ആണല്ലോ, മറ്റേ പിണറായി വിജയൻ പ്രത്യേക തരത്തിലുള്ള ആക്ഷൻ കാണിച്ചു എന്ന് പറയുന്നത് പോലെ പ്രത്യേക തരത്തിലുള്ള ഡാൻസ് കാണിക്കുന്നു. അങ്ങനെ ഈ അലിൻ ജോസ് പെരേര ഫേമസ് ആകുന്നു. ഈ ടൈഗർ അണ്ണൻ, കിംബോയി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അത്യാവശ്യം റീച്ച് ആവുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് തലതൊട്ടപ്പൻ, അതെ, ആറാട്ടണ്ണനാണ്. പക്ഷെ അത് സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, പിന്നെ അതിന്റെ പിന്നാലെ അടുത്ത അഭിലാഷ് ആട്ടയം, അതുപോലെ തന്നെ മാഹിൻ മൂവാറ്റുപുഴ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വരുന്നു. പിന്നെ ഒരു ഈ മുടിയൊക്കെ കെട്ടിവെച്ച വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞിട്ട് പൈനാപ്പിൾ അണ്ണൻ എന്നാണ് അയാളെ വിളിക്കുന്നത്. ഇതെല്ലാം അണ്ണന്മാർ, ഒരു ഗ്യാങ് ആണ്. അപ്പൊ ഈ ഗ്യാങ്ങിന്റെ എല്ലാം ഈ ഇവർക്കെല്ലാം കാശ് കടം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആറാട്ടണ്ണനായിരുന്നു. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഇവർക്കൊന്നും വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഹോട്ടലിലൊക്കെ ഇരുന്നിട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുകയും ചെയ്യും. ഇത് പിന്നെ വിളിച്ചു പറയുകയും ചെയ്യും. രാത്രി വന്നിരുന്ന് പറയും, അവൻ എൻ്റെ ഇത്ര രൂപ വാങ്ങിച്ചു, എൻ്റെ വീട്ടിൽ വന്നു എന്നൊക്കെ പറയും. ഈ നിരന്തരം രാത്രി ആകുമ്പോഴാണ് ഇദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. രാത്രി നമ്മൾ വവ്വാല്, മൂങ്ങ, പിന്നെ ആറാട്ടണ്ണൻ, ഈ 3 പേരാണ് ആക്റ്റീവ് ആകുന്ന ആളുകൾ. പിന്നെ ചില ജീവികളൊക്കെ ആക്റ്റീവ് ആകുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആറാട്ടെണ്ണം വരുന്നു, പോസ്റ്റ് ഇടുന്നു. അങ്ങനെ പോസ്റ്റ് വന്നപ്പോഴാണ് പോലീസ് പിടിച്ചോണ്ട് പോയത്. അപ്പൊ ഇങ്ങനെ ഈ ടീം വരുന്നു, ആറാട്ടെണ്ണ ഇവരെയൊക്കെ സഹായിക്കുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആറാട്ടെണ്ണനേക്കാൾ, അപ്പൊ ആറാട്ടെണ്ണനെ എങ്ങനെ റീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആറാട്ടെണ്ണനെ എന്തിട്ടാലും അതിന്റെ താഴെ വന്ന് ആളുകൾ തെറി വിളിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചുമ്മാ ഇങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കയറി നോക്കും. അപ്പൊ നമ്മൾ ശരിക്കും ഈ തെറിവിളിയിൽ രസകരമായ കമന്റുകൾ ഉണ്ടാവും. ഈ കമന്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ചില നിമിഷങ്ങൾ കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കയറി നോക്കുന്നത്. അല്ലാതെ ഇവര് ഒരു വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് കിട്ടാനോ ഒന്നുമില്ല, ഒരു ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ കയറി നോക്കുന്നു. അങ്ങനെ ഇവരെക്കാൾ, ഈ ആറാട്ടണ്ണനേക്കാൾ ഇവരെല്ലാം വളർന്നു. തെറിവിളി മുഴുവൻ ആറാട്ടണ്ണന്റെ പേജിൽ നിന്ന് തെറിവിളിക്കാരെല്ലാം നേരെ കൂട്ടത്തോടെ അലിൻ ജോസ് പെരേരയുടെയും ഈ പറയുന്ന അഭിലാഷ് ആട്ടയത്തിന് പോലും അയാൾ വരുന്ന ഇതിലും താഴെയൊക്കെ തെറിവിളിയും റീച്ചും ഒക്കെയാണ്. അതൊക്കെ ഒരു, പക്ഷെ ഈ കൂട്ടത്തിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ അഭിലാഷ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട്, നേരത്തെ ഒരു എനിക്ക് തോന്നുന്നു കലാഭവൻ മണിയുടെ ജീവിതകഥ പറഞ്ഞ സിനിമയാണെന്ന് തോന്നുന്നു, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്, നന്നായി പാടുന്ന ആളാണ്. പക്ഷെ അയാൾക്കും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മതി. അപ്പൊ അതുകൊണ്ട് ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഷോർട്ട് ഫിലിം എടുക്കുക, അതിന്റെ കൂട്ടത്തിലൊരു 1-2 ലേഡിയൊക്കെ ഉണ്ട്. അത് അവരെ കൂട്ടം പോയിക്കോട്ടെ, നമ്മളതിനെ കുറിച്ച് പറയണ്ട. അപ്പൊ എന്തായാലും പതുക്കെ അലിൻ ജോസ് പെരേര താരമായി മാറുന്നു. അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ താരമായി മാറുന്നു. ഈ കമന്റ് ഇടുന്ന ആളുകൾ മുഴുവൻ അങ്ങോട്ട് പോകുന്നു. അങ്ങോട്ട് കല്യാണത്തിന് ഉൾപ്പെടെ പല പൊതുപരിപാടികളിലും ആറാട്ടണ്ണനെ പ്രദർശന വസ്തുവാക്കുന്നു. അതെ, അപ്പോൾ അലിൻ ജോസിനെ കല്യാണങ്ങൾക്കൊക്കെ വിളിക്കുന്നു, ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അലിൻ ജോസ്, പക്ഷെ അതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം, അലിൻ ജോസ് ആ നെഗറ്റീവ് പബ്ലിസിറ്റിയെ നന്നായി അയാൾ ഉപയോഗപ്പെടുത്തി. അയാളുടെ ഒരു വരുമാന മാർഗമാക്കി അയാളത് മാറ്റി. തന്നെ എങ്ങനെ വരുമാന മാർഗമാക്കി മാറ്റാം എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് അയാളത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആറാട്ടണ്ണനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആറാട്ടണ്ണൻ ദിവസവും വന്നിട്ട് ഓരോന്നൊക്കെ ഇടുന്നുണ്ട്, എന്തൊക്കെ എഴുതിയിടുന്നു, അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ നടിമാർക്കെതിരെ മോശപ്പെട്ട കമന്റ് ചെയ്യുന്നു. അങ്ങനെ പോലീസ് കേസാകുന്നു, ജയിലിലാകുന്നു. അതോടുകൂടി പിന്നെ ആറാട്ടണ്ണൻ അങ്ങനെ കുറച്ച് ദിവസം ആറാട്ടണ്ണൻ വാർത്തയിൽ നിറഞ്ഞു എന്നല്ലാതെ പിന്നെ ആരും മൈൻഡ് ചെയ്യാതായി. അപ്പൊ ഇവരാണ് പിന്നെ റീച്ചുള്ള ആളുകളായി മാറുന്നത്. ആറാട്ടണ്ണൻ ആലോചിച്ചപ്പോ, ഞാൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ എനിക്കൊപ്പം വന്ന ആളുകൾ, എന്നെ കണ്ട് പിന്നാലെ വന്ന ആളുകൾ എന്നേക്കാൾ വളരുന്നു, അപ്പൊ ഫേമസ് ആകുന്നു. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫേമസ് എന്ന് പറഞ്ഞത് പ്രശസ്തി 2 തരത്തിലുണ്ടോ. ഇത് കുപ്രസിദ്ധിയാണ്. ഈ കുപ്രസിദ്ധിയാണ് ഉള്ളത്, ഈ കോമാളിത്തരം കാണിച്ചുണ്ടാക്കുന്ന കുപ്രസിദ്ധി. അപ്പൊ എനിക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത അലിൻ ജോസ് പെരേര, ആട്ടായം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടിയതാണ് എനിക്ക് പറ്റിയ തെറ്റെന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. എന്തായാലും ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പോസ്റ്റ് ഇടുന്നു. അപ്പോൾ ആളുകൾക്കൊരു സങ്കടം ഉണ്ടാകും. അപ്പോഴും ആളുകൾ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, അവർ തെറി വിളിക്കും.
പിന്നീട് ഇയാൾ വെളിപ്പെടുത്തുന്നു, അതൊരു ചാനലിന്റെ ഇന്റർവ്യൂ 1-2 ചാനലുകളിലൊക്കെ ചെന്നിരുന്നപ്പോൾ അവർ പൊളിച്ചടിക്കും. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരവില്ല. എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, ഏത് ഡോക്ടറാണ്, അപ്പൊ ഡോക്ടറുടെ പേര് പറയത്തില്ല, അത് രഹസ്യമായിട്ട് വെക്കണം എന്ന്. നമ്മൾ അങ്ങനെയല്ലോ, ഒരു ഡോക്ടറെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ ഡോക്ടറുടെ പേര് പറയും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പേര്. അപ്പൊ ഹോസ്പിറ്റലിന്റെ പേരില്ല, ഡോക്ടറുടെ പേരില്ല, കുടുംബ ഡോക്ടറാണെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ PDF ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു PDF ഇല്ല. ഇപ്പൊ എല്ലാ ലാബിലും നമുക്ക് PDF റിസൾട്ട് മൊബൈലിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അയച്ചു തരും, അവര് തന്നെ അയച്ചു തരും, നമുക്ക് അയച്ചു തരും. അപ്പൊ ആ PDF ഇല്ല, ഇതൊന്നുമില്ല. എന്റെ അച്ഛനും ഇതേ അസുഖം വന്നാണ് മരിച്ചതെന്ന് പോലും പറയുന്നു. അച്ഛനും ഈ അസുഖം വന്നാണ് മരിച്ചത്, ക്യാൻസർ തന്നെയാണെന്ന് തോന്നുന്നത്. പക്ഷെ അതിനെ സത്യസന്ധമാക്കാൻ അല്ലെങ്കിൽ വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ട് അല്ല, ഇത് അങ്ങനെ പറഞ്ഞാൽ പോലും അത് ആളുകൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത തരത്തിലേക്ക് അയാളെ മാറ്റിയെടുത്തു. അതാണ് അയാൾ ചെയ്തത്. അപ്പൊ ഇതൊന്നും ഇയാൾക്ക് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോ പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്യാൻസർ ഇല്ല, ഞാൻ വേറൊരു ഡോക്ടറെ കണ്ടു, എൻ്റെ ഡോക്ടർ കബളിപ്പിച്ചതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഉള്ള കാര്യങ്ങളായി പറയുന്നത്. സിനിമയിൽ നമുക്ക് റിസൾട്ട് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരു രോഗമാണെന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ രോഗം അല്ല എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗമൊക്കെ അങ്ങനെ ഒരു ഗൗരവതരമല്ലാത്ത പരിശോധനയൊന്നും ആരും നടത്തത്തില്ലല്ലോ. ഉണ്ടായിട്ട് മാത്രമേ അത് പറയുള്ളൂ. നമുക്കൊരു സംശയം നമ്മൾ ചെല്ലുന്നു, അപ്പോൾ ഒരു സംശയം ഉണ്ടായാൽ തന്നെ ഡോക്ടർ അതൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയും, അത് നമുക്കൊന്ന് നോക്കാം എന്ന് പറയും. അങ്ങനെയാണത് പലപ്പോഴും പല ആളുകളുടെയും കണ്ടെത്തുന്നത്. അപ്പോൾ ഡോക്ടർ കൃത്യമായി ചെക്കപ്പ് നടത്തിയിട്ടതിന് ശേഷമാണല്ലോ അത് സ്ഥിരീകരിക്കുന്നത്. ഇത് പറയാണ്, ആ ഡോക്ടർ എന്നെ കബളിപ്പിച്ചു, മറ്റേ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ആളുകൾ വന്ന് തെരുവിളിക്കാൻ തുടങ്ങി. തെരുവിളി പൂർവാധികം ശക്തമായി. അപ്പോൾ പറഞ്ഞു, ഒരാൾക്ക് രോഗമില്ല എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അയാൾ തെരുവിളിക്കുകയാണോ വേണ്ടത്? അപ്പൊ അതിനും തെരുവിളിയായി. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ തെരുവിളിക്കൽ, ഈ തെരുവിളി ആ പേജിൽ വരുമ്പോൾ അതിനനുസരിച്ച് റീച്ച് ആകുമെന്നുള്ളത് പുള്ളിക്കറിയാം. പുള്ളിക്ക് പുള്ളി നമ്മളിതൊക്കെ പറയാം, പുള്ളി ആ സമയത്തൊക്കെ മനസ്സിൽ സന്തോഷിക്കുകയാണ്. ക്യാൻസർ ആയ ഒരാള്, ക്യാൻസർ മാറിയ ഒരാള്, അപ്പോഴൊക്കെ സന്തോഷിക്കുകയാണ്. ഞാൻ എന്തായാലും തിരിച്ചു വന്നു, തിരുമ്പി വന്നിട്ടേ എന്ന് പറയുന്ന പോലെ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ആഗ്രഹിച്ചത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും ദിവസങ്ങൾ നീണ്ടു നിന്ന് മാത്രമാണെങ്കിൽ നടന്നു. ആളുകൾ വീണ്ടും വന്ന് തിരക്കാനൊക്കെ തുടങ്ങി. അത് മാത്രമല്ല, സാന്ദ്ര തോമസ് വിളിച്ച് അന്വേഷിച്ചു, ധ്യാൻ ശ്രീനിവാസൻ വിളിച്ചു, പിന്നെ നിത്യ മേനോനോട് മാപ്പ് പറഞ്ഞു, മോഹൻലാലിനോട് മാപ്പ്. കാരണം ഇനി 2 മാസം കൂടെ ഉള്ളൂ, അധിക ദിവസമില്ല. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഈ തലക്കോളമായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അടുത്ത ദിവസം, അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ആളുകളൊന്നും ധരിച്ചിട്ടില്ല, ആളുകൾ വിശ്വസിച്ചിട്ടില്ല, ആളുകൾ വീണ്ടും തെറി വിളിക്കും. അപ്പം ഇദ്ദേഹം വന്നു, ലൈവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ സത്യം പറയാൻ പോവാണ്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. അതായത് സമൂഹത്തിന്റെ പുറത്തുകൊണ്ട് ചാരുകയാണ്, നിങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്നൊക്കെ പറയുന്ന പോലെ, നിങ്ങൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പോൾ എനിക്ക് ക്യാൻസർ ഇല്ല, ഞാൻ ഫീൽഡ് ഔട്ട് ആയി എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ക്യാൻസർ നാടകവുമായി വന്നത്. അത് യഥാർത്ഥത്തിൽ വളരെ മോശമാണ്. കാരണം ക്യാൻസർ രോഗം വന്ന ആളുകളുടെ അവസ്ഥ നമുക്കറിയാം. അത് മാത്രമല്ല, ക്യാൻസർ രോഗം വന്ന ആളുകളുടെ ബന്ധുക്കൾ, വീട്ടുകാർ, അവരനുഭവിക്കുന്ന വേദനയുണ്ട്. ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ വിചാരിക്കുന്ന പോലെ നിസ്സാര രോഗമൊന്നുമല്ല. പിന്നെ എൻ്റെ പിതാവ് ക്യാൻസർ വന്ന് മരിച്ച ആളാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ മറ്റു പലർക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് നമ്മളൊരു സുഹൃത്ത് എൻ്റെ പിതാവ് മരിച്ച, ഒരു കുഴപ്പമില്ല, വളരെ നന്നായി നടന്ന ഒരാളാണ്. ക്യാൻസർ വളരെ കോമൺ ആവുകയും ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ ചെന്ന് പരിശോധന നടത്തിയപ്പം ഒന്നും ചെയ്യാനില്ല, ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ എൻ്റെ ഫാദറും ഒക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. സാധാരണക്കാരുടെ ആൾക്കാരാണെങ്കിൽ ഒരു റൊട്ടൈൻ ചെക്കപ്പ് നടത്തുന്ന ഒരു ശീലം നടത്തത്തില്ല, പല ആൾക്കാർക്കും ഇല്ല. അതുകൊണ്ടാണ് സെലിബ്രിറ്റീസിനൊക്കെ ഇത് തുടക്ക സമയത്ത് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതും ട്രീറ്റ് ചെയ്ത് പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ക്യാൻസർ പോലെയുള്ള രോഗത്തെ തനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് മലയാളികളെ മുഴുവൻ കബളിപ്പിക്കുക, ചേട്ടൻ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷത്തിനും അറിയാം ഇതൊക്കെ ഒരു നാടകമായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു മാരക രോഗത്തിന്റെ പേര് വെച്ചിട്ട് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല ശീലമല്ല. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ.
അപ്പം ഈ സ്വാഭാവികമല്ലേ ഒരാളിങ്ങനെ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ, ഒരു സിനിമാ താരമോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല. ഓൺലൈൻ മാധ്യമങ്ങളുള്ളത് കൊണ്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹം നടക്കുന്നതും പിന്നെ ഇയാള് സ്കൂട്ടറിനകത്ത് കയറി പോകുന്നതും ആ തിയേറ്ററിന്റെ മുതലാളിയായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നടിമാരെ കണ്ടുമ്പോൾ അണ്ണന്റെ പ്രത്യേകമായിട്ടുള്ള പ്രേമം എപ്പോഴും തോന്നും. ഇപ്പൊ അവർ കൈ കൊടുത്തില്ലെങ്കിൽ അതിന് ഒരു കൂസലില്ല. സാധാരണ ഒരു പ്രൈവസി എന്നുള്ള ഭാഗം ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോഴത്തേക്കും ചെന്ന് അദ്ദേഹത്തെ തട്ടുക, കൈ കൊടുക്കാൻ നോക്കുക, കെട്ടിപ്പിടിക്കാൻ നോക്കുക. ഒരു മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാത്രി വന്ന് അവർക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് ഇടുക. അതൊക്കെ ഒരു പ്രത്യേക തരം ശീലമാണ് അണ്ണന്റെ. അല്ല, ഈ ശീലം ഒക്കെ ആയിക്കോട്ടെ, അത് അയാളുടെ സ്വഭാവ രീതിയാകാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു രോഗത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്, ഇയാളെ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് ചൂരലിന് 4 അടി കൊടുക്കണം. ഈ 4 അടി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ ശീലങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ബോധം വീഴും, അല്ലെങ്കിൽ ശരിയാകത്തില്ല. അത് അദ്ദേഹത്തെ ഇവർക്കൊന്നും പല ആൾക്കാരും ഇതേ ചിന്താഗതിയുള്ള പല ആൾക്കാരും ഇത് ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ റീച്ചുകളെ കുറയുമല്ലോ. ഇത് പ്രത്യക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് കഴിവ് കൊണ്ടല്ലാതെ കോമാളിത്തരങ്ങൾ കാണിച്ച് മാത്രം ഫെയിമായി നിൽക്കുന്ന ആൾക്കാർ ഒരു ഘട്ടം കഴിയുമ്പോൾ അടുത്ത ആള് വരും. ആ വരുന്ന ആള് എന്തൊക്കെ ചെയ്ത് അതിനകത്ത് നിൽക്കാമോ അയാൾ അതല്ലേ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, റിവ്യൂ ചെയ്യരുത്. ഇപ്പൊ അതിനിടയ്ക്ക് പറയുന്നുണ്ട് അശ്വത് കോക്കിനെ പോലെ ഞാൻ റിവ്യൂ ചാനൽ തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറയുന്നു. ഇയാൾ അങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ കണ്ടുകിടത്തില്ല. അശ്വത് കോക്ക് വന്നിരുന്ന് പറയുന്ന പോലെ അത്രയും ഒരു മണിക്കൂർ റിവ്യൂ പറയാൻ ആകെ 4 സെന്റൻസ് ആണ് ഇദ്ദേഹത്തിന്റെ റിവ്യൂ. ആ സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞ ആളാണ്, സിദ്ധിയൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അതിനാണ് ഏതോ സിനിമാക്കാര് എടുത്തിട്ട് ഇടിക്കുകയോ മറ്റോ ചെയ്തു. അപ്പൊ അങ്ങനെയൊന്നും ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. അത് ആ രീതിയിലുള്ള ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ എന്ന് അടിക്കാനോ ഒന്നും പാടില്ല. വിദ്യാഭ്യാസമുള്ള ആളാണ്, ശിവരമില്ല. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതിനകത്ത് പറ്റിപ്പോകുന്നതാണ്. പിന്നെ ഒരു ഫെയിം ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോൾ, പക്ഷെ അയാൾ ചെയ്യേണ്ടിരുന്ന അയാൾ ആ ഫെയിമിനെ അയാൾ പോസിറ്റീവായിട്ട് കാണുകയും, ഇയാൾ അത് വന്ന സമയത്ത് തന്നെ ഇയാൾ അതിനെ പോസിറ്റീവായിട്ട് കാണുകയും അതിനനുസരിച്ച് ഇയാൾ പിന്നീട് ആദ്യമൊക്കെ ആളുകൾക്ക് ആറാട്ടണ്ണൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഒരു കൗതുക കാഴ്ചയായി മാറുന്നു. പിന്നീട് ഇയാൾ വരുന്ന ഇന്റർവ്യൂവിലെല്ലാം ഇയാളൊരു കോമാളിയാണ് എന്ന തരത്തിൽ ഇയാൾ തന്നെ കാര്യങ്ങൾ പറയുകയും പെരുമാറുകയും ചെയ്യുന്നു. അതോടുകൂടി ഇയാളൊരു കോമാളിയായിട്ടല്ലേ ആളുകൾ കാണുകയുള്ളൂ. ഇയാൾ തന്നെ പറയുന്നു, എന്നെ നിങ്ങൾ കോമാളിയായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുകയാണ് വേണ്ടത്. ആളുകൾ പറയുകയാണ് നിങ്ങളൊരു കോമാളിയാണെന്ന് പറയുക, 10 പേര് പറയുകയാണ്, 12 പേര് 10 പേരും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കോമാളിയാണ് എന്നല്ലേ അവർ മനസ്സിലാക്കി. അപൂർവമായ ചില ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും പഠിച്ച ചില മേഖലകളിൽ അയാൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. അല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ആ രീതിയിലൊക്കെ ആ ഫെയിമിനെ അങ്ങനെ ഉപയോഗിക്കണമായിരുന്നു. അതിന് പകരം കിട്ടിയ റീച്ചിനെ ഇങ്ങനെ ഈ പറയുന്ന കുറെ പിള്ളേരെ സെറ്റുമായിട്ട് കൂടി നടന്നിട്ട് ഇയാൾക്ക് 39 വയസ്സായി. ഇയാൾ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടുള്ള സിനിമാ നടികളുടെ പുറകെ പോവുകയാണ്. അവരെ കല്യാണം കഴിക്കുക. ഇപ്പം മഞ്ജു വാര്യരോട് പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ചോളാം, ജീവിതം തരാം. ഓഫറാണ്. മറ്റേ മീനയെടുത്തും പറയുന്നു, ഞാൻ ജീവിതം തരാം. അതൊക്കെ ഒരു തരം പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കണ്ടാൽ മതി, ഒരു ഗൗരവകരമായ. പക്ഷെ ഇങ്ങനെ ഒരു ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാൻ ഇറങ്ങുന്ന ആളിനെ, അത് ആ മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണേണ്ട ഒരു മനസ്സല്ല. ആ മനസ്സല്ല. അപ്പൊ അത് അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. ശരി.